ആപ്പിലോ നീ ഓടോ അപ്പൊ ഞങ്ങൾ ഇത്ര അടച്ച് ഈ സാധനം എടുക്കാൻ എനിക്കറിയില്ല. അപ്പൊ നീ ഓടണ്ട. ഞങ്ങൾ ടാക്സും കൊടുത്ത് പെർമിറ്റ് കൊടുത്ത് ഈ സാധനം വിൽക്കണമെങ്കിൽ നീ എന്നിട്ട് ഓടാൻ ആരാ നിനക്ക് അറിയാന്ന് ചോദിച്ചാൽ ഇവിടെ ഓടാൻ പറ്റില്ല. ഈ സാധനം ഞാൻ എന്തായാലും ഉള്ളു പോണ്. എനിക്ക് ഇപ്പൊ എന്തായാലും പോകാൻ പറ്റില്ല. പറ്റില്ല. നമസ്കാരം, വൈശാഖാണ്. സാധാരണഗതിയിൽ ഒരു വിഷയത്തോടും സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അത് നാട്ടുകാരിലേക്ക് എത്തണം, എന്നിൽ തോന്നിയ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടെ എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ആരെയും പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താനോ ഒന്നുമല്ല. ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ റാപ്പിഡോ, ഊബർ തുടങ്ങിയ ഓൺലൈൻ ടാക്സി സർവീസസ് ഇവിടെ ബൈക്ക് ടാക്സി അല്ലെങ്കിൽ ബൈക്ക് റൈഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ കണ്ട സോഷ്യൽ മീഡിയയിൽ കണ്ട 2-3 വീഡിയോസ്, ഒരു വീഡിയോ മാത്രമാണ് ഞാനിവിടെ കൊടുക്കുന്നത്. സമാനമായിട്ടുള്ള 2-3 വീഡിയോസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അതായത് ഒരു റൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പയ്യൻ എത്തുന്നു. ഒരു ചെറുപ്പക്കാരനായിട്ടൊരു യുവാവ് ഒരു റൈഡ് എടുക്കാനോ അല്ലെങ്കിൽ റൈഡ് ഡ്രോപ്പ് ചെയ്യാനോ എത്തുന്നു. അവിടെ ഉള്ള കുറച്ച് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ആ പയ്യനെ അവിടെ തടഞ്ഞു നിർത്തുന്നു. ഇവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് ടാക്സും പെർമിറ്റും ഒക്കെ അടച്ചിട്ടാണ് ഞങ്ങൾ ഈ വണ്ടിയും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇങ്ങനെ ഓടുമ്പോൾ ഞങ്ങളുടെ കഞ്ഞികൂടി മുട്ടിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ന്യായമായിട്ടുള്ള ചോദ്യവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ ആ പയ്യനോട് തട്ടിക്കയറുകയും ആ പയ്യനെ അവിടെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, പ്രതിഷേധിക്കാം. പക്ഷെ അത് ന്യായമായിട്ടുള്ള രീതിയിൽ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാകരുത് ആ ഒരു പ്രതിഷേധം. നിങ്ങൾക്ക് പ്രതിഷേധിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ നിയമ സംവിധാനമുണ്ട്. ആ ഒരു ഊബർ അല്ലെങ്കിൽ റാപ്പിഡോ അതുപോലുള്ള കമ്പനികൾക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമം വഴി പോരാടാം. ഇതിന് മുന്നേയും വർഷങ്ങൾക്ക് മുന്നേ റാപ്പിഡോ ഇങ്ങനെ ഒരു സർവീസ് കൊണ്ടുവന്നപ്പോഴത്തേക്കും ടാക്സി ഡ്രൈവേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് സമരം ചെയ്യുകയും അതിവിടെ വേണ്ടാതെ വെക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സേവനം തന്നെയാണ് ഈ ബൈക്ക് ടാക്സി എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെട്രോ സിറ്റീസിൽ ട്രാഫിക് ഇല്ലാതെ എത്രയും പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും. അത് വലിയൊരു ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. പലർക്കും തിക്കും തിരക്കിനും ഇടയിൽ പെട്ട് മണിക്കൂറുള്ള റോഡ് ബ്ലോക്കിൽ കിടക്കേണ്ട ആ ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. പിന്നെ റേറ്റ് വളരെ കുറവാണ്. വെൻ കമ്പയർ ടു നമ്മുടെ ടാക്സി ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഓൺലൈൻ ടാക്സി ആണെങ്കിലും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ലഗേജ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് വളരെ കംഫോർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിയമ സംവിധാനം വഴി നിങ്ങൾക്ക് പോരാടാം. ഈ പറഞ്ഞ പോലെ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് മഞ്ഞ നിറമാക്കണം. പിന്നെ നിർബന്ധമായിട്ടും ബാക്കിലിരിക്കുന്ന റൈഡറിന് ഹെൽമെറ്റ് വേണം. അത് തീർച്ചയായിട്ടും വേണം, ഞാനിപ്പോഴും പറയുന്നത്. പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരു ടാക്സി പെർമിറ്റ് ഈ ഒരു വാഹനത്തിന് വേണം എന്നൊക്കെയുള്ള നിയമ പോരാട്ടങ്ങൾ നിങ്ങൾക്ക് നടത്താം. അത് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ചെയ്തോട്ടെ. പക്ഷെ അവരെയും തടയുന്ന ഒരു പ്രവണത ശരിക്കും അന്യായമാണ്. പിന്നെ ജനങ്ങൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ബൈക്ക് ടാക്സി തിരഞ്ഞെടുക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൺവീനിയൻസ്, എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. രണ്ടാമത്, ഈ ട്രാഫിക് വളരെ കുറവാണ്. മൂന്നാമതൊരു റീസൺ എന്ന് പറയുന്നത് റേറ്റ് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റ് ആണ്. പിന്നെ ചില ആളുകളുടെ പ്രവൃത്തിയാണ് ഈ ഇങ്ങനെയുള്ള ടാക്സി ഡ്രൈവേഴ്സിനെയും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനെയും മൊത്തത്തിൽ മോശപ്പെടുത്തുന്നത്. കാരണം ചില ആളുകൾ ടാക്സി ഓട്ടോയൊക്കെ ഓടുന്നത് മാന്യമായിട്ട് റേറ്റ് വാങ്ങുന്ന ഒരുപാട് ഡ്രൈവേഴ്സ് ട്രിവാൻഡ്രത്താണെങ്കിലും കോഴിക്കോടൊക്കെ ഉള്ള ഡ്രൈവേഴ്സിന് എപ്പോഴും ഞാനൊരു സല്യൂട്ട് കൊടുക്കുന്നതാണ്. ഒരു കൃത്യമായിട്ടുള്ള മീറ്റർ റീഡിംഗ് പ്രകാരം മാത്രമേ ഞാനൊക്കെ അവിടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ റേറ്റ് വാങ്ങിയിട്ടുള്ളൂ. അതേ സമയത്ത് തിരുവനന്തപുരത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും മറ്റ് പല ജില്ലകളിലാണെങ്കിലും എല്ലാവരും അല്ല, ചില ആളുകൾ ഈ കയറുന്ന യാത്രക്കാരെ മാക്സിമം നട്ടം തിരിക്കാറുണ്ട്. അത് രാത്രിയെന്നില്ല പകലെന്നില്ല. ഞാനാണെങ്കിലും ആദ്യകാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റാൻഡിൽ നിന്നുള്ള ഓട്ടോറിക്ഷയാണ്. പിന്നെ അത് ഒരു കൊള്ളയായിട്ട് തോന്നിയപ്പോൾ നമ്മൾ പ്രീപെയ്ഡ് ടാക്സീസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ഓട്ടോറിക്ഷ കൗണ്ടേഴ്സിൽ നിന്ന് ഓട്ടോ എടുത്ത് പോകാൻ തുടങ്ങി. അങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പോയിന്റ് ആണോ നമ്മൾ പറയുന്നത് ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 250 മീറ്റർ കൂടുതൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് 80 രൂപയും 100 രൂപയും കൂടുതൽ ചോദിക്കുന്ന, എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രാത്രി സമയമായിരുന്നു. പിന്നെ ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ഈ 2 വീലറിൽ റൈഡേഴ്സ് ആയിട്ട് വരുന്നത്? നമ്മളെല്ലാവരും പല കാര്യത്തിലും കുറ്റപ്പെടുത്തുന്ന 2K കിഡ്സും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ട് ആ കിട്ടുന്ന ശമ്പളം തികയാതെ വരുമ്പോൾ, അവർക്ക് പ്രാരാബ്ദങ്ങൾ കൂടുമ്പോൾ ഒരു അഡീഷണൽ ഇൻകം എന്നുള്ള രീതിയിൽ, എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഈ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ ഓടി അവരുടെ ഫ്രീ ടൈമിൽ അഡീഷണൽ വരുമാനം കണ്ടെത്തുന്നത്. അവർക്ക് നമ്മൾ ശരിക്കും ഒരു സപ്പോർട്ടും സല്യൂട്ടുമാണ് കൊടുക്കേണ്ടത്. കാരണം അവരുടെ ഈ ഒരു ഫ്രീ ടൈമിൽ അവർ മറ്റ് ലഹരിയോ മറ്റൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ കുറച്ചുകൂടി അഡീഷണൽ ഇൻകം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. റോഡ് സൈഡിൽ പപ്പടവും ഉണ്ണിയപ്പവും അച്ചാറും ഒക്കെ വിൽക്കുന്ന കുട്ടികളുണ്ട്. കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടാക്കി അവരുടെ മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ അച്ചാറും പപ്പടവും എല്ലാം വിൽക്കുന്ന കുട്ടികളുണ്ട്. നാളെ ഒരു സൂപ്പർ മാർക്കറ്റുകാരോ അതല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കാരോ വന്നിട്ട് ഇത് ഞങ്ങളുടെ മാത്രം കുത്തകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനോട് യോജിക്കുമോ? അത് നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഇല്ലേ? അവർക്കും ജീവിക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
ഒരേ പേരിൽ ഒരേ കോമ്പോസിഷനും ഒരേ സ്ട്രെങ്ത് ഉള്ള മരുന്നുകൾ എത്രയോ കമ്പനികൾ, ഒരു കമ്പനി 1000 രൂപയ്ക്ക് പറയുന്ന മരുന്ന് ജനറിക് മെഡിസിൻസിന്റെ ഔട്ട്ലെറ്റിൽ ചിലപ്പോൾ 100 രൂപയ്ക്കും 20 രൂപയ്ക്കും കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ആരും പ്രതികരിക്കാത്തതിന്? അത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിക്കാനായിട്ട് എല്ലാവർക്കും അവകാശമുണ്ട്. പിന്നെ ഈ തടഞ്ഞു നിർത്തിയ ചേട്ടന്മാരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളുടെ കൂടെ ഒരു 10 പേരുണ്ട് എന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾ ആ ഒരു പയ്യനെ തടഞ്ഞു നിർത്തി അവനോട് അവന്റെ ചാവി വരെ, അവനെ പോകാൻ പോലും സമ്മതിക്കാത്ത ചാവി വരെ ഊരി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു കാര്യം ചേട്ടൻ മനസ്സിലാക്കുക, ആരാണെങ്കിലും, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, നാളെ ഈ പയ്യന്റെ കൂടെയും 10 പേര് നിൽക്കാൻ വേണ്ടി ഉണ്ടാവും. നാളെ നിങ്ങളുടെ ഒരാളെ ഓട്ടം വിളിച്ച്, എല്ലാ സമയത്തും ഈ 10 പേര് കൂടെ കാണത്തില്ല, അവന്റെ ഏരിയയിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് ഇതേ രീതിയിലാണ് നിങ്ങളോട് പെരുമാറുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങളോടൊപ്പം ഇപ്പോൾ ഉള്ള 10 പേര് എല്ലാ സമയത്തും ഉണ്ടാവത്തില്ല. ഈ പയ്യനോ അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു പയ്യൻ, നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു പയ്യൻ നാളെ നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഒരു ഓട്ടം വിളിച്ച് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ അവന്റെ ഏരിയയിലോട്ടായിരിക്കും, അവന്റെ ആളുകളുടെ ഇടയിലേക്കായിരിക്കും. എന്നിട്ട് അവിടെ വെച്ച് ഒരു തർക്കം ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളിപ്പോൾ ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് അല്ലെങ്കിൽ അതുപോലെ നിങ്ങളോട് പെരുമാറിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇത് ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ഇവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഊബർ ടാക്സി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ബൈക്ക് ടാക്സി ഒക്കെ വരുമ്പോൾ അതിനോട് എതിർക്കുന്നത്, വിയോജിപ്പ് കാണിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.